ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് രാവിലെ 11 മണി വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാത്തതിന് കാണാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത് അൽഹംദുലില്ലാഹ് നേരം വെളുത്തു. ഞാനിത് ഒരു 5:15 ആയപ്പോഴേക്ക് ഇന്ന് അടുക്കളയിലെത്തിട്ടോ. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. പിന്നെ ഇതിന് മാവ് അരച്ച് വെച്ചിരുന്നില്ല. അപ്പോൾ അത് നേരം വെളുത്തപ്പോഴേക്ക് ഇത് നല്ലോണം പൊന്തി വന്നിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആയിരുന്നു കേട്ടോ വെള്ളപ്പം കഴിച്ചിട്ട്. അപ്പോൾ ഷിബിലിമോനും ഫിലിമോനും പറഞ്ഞ് വെള്ളപ്പം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ മാവ് നോക്കിയപ്പോഴാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ചാണ് മാറ്റി വെച്ചിട്ടോ. എന്നിട്ട് ബാക്കിയുള്ളതിൽ ഉപ്പിടാണ് കേട്ടോ. ഉപ്പ് ഞാൻ മാവ് അരച്ച് വെക്കുമ്പോഴേ ഇടാറില്ല കേട്ടോ. ഞാൻ രാവിലെ പിന്നെ അപ്പം ഉണ്ടാക്കണ ആ ടൈമിലാട്ടോ ഉപ്പ് ഇടാറുള്ളൂ. അങ്ങനെ അതൊന്നാണ് മാറ്റി വെച്ചിട്ടോ. പിന്നെ കറി ഉണ്ടാക്കുകയാണ്. കറി എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ പീസും പൊട്ടാറ്റോയും കൊണ്ട് പിന്നെ ഇസ്റ്റ് കറി വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ ഷിബിലിമോന്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വലിയ പൊട്ടാറ്റോ എടുത്തു കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു. പിന്നെ ഗ്രീൻ പീസും 2 പച്ചമുളകും ഒരിത്തിരി വെള്ളവും അതുപോലെ തന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി ഉപ്പും കൂടി ഇട്ടുകൊണ്ട് അതൊന്ന് വിസിലടിപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ പരിസ്ഥിതി ഉണ്ടായിരുന്നില്ല. ഇന്നലത്തെ വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഷിബിലിമോർക്ക് ട്യൂഷനും ഉണ്ട് സ്കൂളും ഉണ്ട് കേട്ടോ. പിന്നെ ഫിനിമോൾക്കാണെന്നുണ്ടെങ്കിൽ പണിയായ കാരണം അവളൊന്നും പോകണില്ല കേട്ടോ. അപ്പോൾ ഷിബിലിമോന് എന്നോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു കേട്ടോ, എനിക്കൊന്ന് ചോറ് വേണ്ട, എനിക്കൊന്ന് പിന്നെ വെള്ളപ്പം മതി എന്ന് പറഞ്ഞിട്ട്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഏതായാലും ചോറ് വെക്കണമല്ലോ. അപ്പോൾ പിന്നെ ചോറിന് ആദ്യം തന്നെ ഒന്ന് വെള്ളം വെക്കുകയാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ കടി ഉണ്ടാക്കാമെന്ന് വെച്ചു. ചോറുള്ള വെള്ളം അവിടെ ഒന്ന് ചൂടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് വെള്ളം വെച്ചു. പിന്നെ അടുപ്പ് 2 ദിവസം കഴിഞ്ഞിട്ട് കത്തിച്ചിട്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്ഷീണം അടുപ്പിനുണ്ട് കേട്ടോ. അതാണ് പുകയുന്നത്. അങ്ങനെ അത് അവിടെ വെച്ചുകൊണ്ട് പിന്നെ വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടോ. അപ്പോൾ അത് ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. അതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുത്തിട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ നല്ല ഹോൾസുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നേക്ക് നമ്മളുടെ ഫിനിമോളുടെ പനി നല്ലോണം കുറവുണ്ട് കേട്ടോ. ഞാൻ ആ സ്പോട്ടിൽ തന്നെ ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ കഴിച്ചതുകൊണ്ട് ഇത് നല്ലോണം കുറവുണ്ട് കേട്ടോ. പിന്നെ രാത്രി ഞാൻ അവൾ ഉണരുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അവൾ ഉണർന്നൊന്നുമില്ല. അവളെ പനിൻ്റെ കൂടെ ഛർദി കണ്ടപ്പോൾ എനിക്ക് നല്ലോണം പേടിയുണ്ടായിരുന്നു കേട്ടോ. എന്നാലും അൽഹംദുലില്ലാഹ് പെട്ടെന്ന് തന്നെ ഒക്കെ ഷിഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആർക്ക് പനി വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ പറയട്ടെ, 2 ദിവസം നല്ലോണം റെസ്റ്റ് എടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പനി വിടുമെന്ന് പറയട്ടെ. അതുപോലെ ഞാൻ ചെയ്യട്ടെ. ഞാൻ ഷിബിലിമോനാണെന്നുണ്ടെങ്കിൽ ഞാൻ 2 ദിവസം സ്കൂൾക്ക് പറഞ്ഞയക്കില്ല കേട്ടോ. ഫിനിമോളിൽ അങ്ങനെ തന്നെയാണ് ചെയ്തത് ഞാൻ. അപ്പോൾ ഇന്ന് അവൾക്ക് നല്ലോണം ഭേദമുണ്ട്. പക്ഷേ ഞാൻ വിടാതിരുന്ന കേട്ടോ. ശരിക്കൊന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വിടാതിരുന്നാൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിച്ചിട്ട് പിന്നെ വിട്ട പനി വീണ്ടും വരില്ല അത് വിചാരിച്ചിട്ട് അങ്ങനെ ഷിബിലിമോൾക്കുള്ളതൊക്കെ പാത്രത്തിലാക്കി. പിന്നെ 2 ഉള്ളിയും ഒരു ചെറിയ തക്കാളി 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയതാണ് ഇട്ടത്. ഒരിത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ അത് അത്യാവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അത്യാവശ്യത്തിന് മുളക് പൊടിയും അതിൽക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിന്നെ ചൂടാക്കി എടുത്തു കേട്ടോ. അതിന് ശേഷത്തെ പിന്നെ വേവിച്ച് വെച്ച് പൊട്ടാറ്റയും ഗ്രീൻ പീസും ഇല്ലേ അതൊന്ന് അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് എനിക്ക് നല്ല തിക്കായി തോന്നിട്ട് അപ്പോൾ ഞാനൊരു ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് കൊടുത്തു. അങ്ങനത്തെ നമ്മൾ കറി റെഡി ആയിട്ടാണ്. പിന്നെ മുകളിൽ ഒരു ഇത്തിരി ചപ്പ് ഇട്ട് കൊടുത്തു. അങ്ങനത്തെ അത് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടോ. അതിന് ശേഷം പിന്നെ ചോറിനുള്ള വെള്ളം അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നില്ല. അതൊന്ന് ഈ അടുപ്പിലേക്ക് തന്നെ വെച്ചുട്ടാ. ഈ അടുപ്പാണ് നമ്മൾ പിടിപ്പിക്കാറ് കേട്ടോ. മറ്റേ അടുപ്പ് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വരുമ്പോഴായിട്ട് അത് പിടിപ്പിക്കാറുള്ളൂ. അത് വലിയ അടുപ്പാണ്. പിന്നെ ഷിബിലിമോൻക്കുള്ള കറി റെഡിയാക്കിയിട്ടാ. അവനക്ക് ഉച്ചയ്ക്ക് ചോറ് തന്നെ വേണമെന്നില്ല കേട്ടോ സ്കൂളിലേക്ക്. പിന്നെ കടി എന്തെങ്കിലും ആയാലും മതി കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് അടുക്കളയിൽ തിരക്കിട്ട് പണിയെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ വെള്ളപ്പം തന്നെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതിന് ശേഷത്തെ വെള്ളം തിളച്ച് മറിയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഏതായാലും ഞാൻ കുടിവെള്ളത്തിന് ഈ വെള്ളം തന്നെ ആക്കാമെന്ന് വിചാരിച്ചു മാറ്റിയത്. ഞാൻ മഴ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ രാവിലെ എണീറ്റ് ആ സ്പോട്ടിൽ തന്നെ ഞാൻ കുടിവെള്ളമാണ് കേട്ടോ വെക്കാം. അപ്പോൾ പിന്നെ ഷിബിലിമോൻക്ക് ഏതായാലും ചോറ് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ വേവിട്ട് അരി ഇട്ടിട്ടാണ് എന്ന് വെക്കുന്നത്. അപ്പോഴേക്കത് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കഴുകി വെക്കണേ. എനിക്ക് പാത്രങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തോ പോലെ തോന്നും കേട്ടോ. അങ്ങനത്തെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. എല്ലാ പണികളും അടുക്കള പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഏകദേശം പണികളൊക്കെ ആയി. കാരണം എന്താണെന്ന് വെച്ചാൽ കറിയും മീനും ഒക്കെ ഇന്നലത്തെ ഉണ്ട് കേട്ടോ. അത് കാരണം പിന്നെ അവർക്ക് പണികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം തന്നെ പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കണേ. പിന്നെ അത് സ്കൂൾക്ക് കൊണ്ടുപോകുന്ന പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ഉണങ്ങിയതിന് ശേഷം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ അതൊക്കെ തുടച്ച് വെച്ച് എടുത്ത് വെക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഫിനിമോളുടെ പാത്രങ്ങളാണ് കേട്ടോ കൂടുതലുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി 2 ദിവസം സ്കൂളില്ലല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ നല്ലപോലെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ വോയിസിൽ നല്ലോണം സൗണ്ട് ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് നല്ലോണം മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വോയിസ് ഇടുമ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. അപ്പോൾ ഒന്ന് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ഗ്യാസ് അടുപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തോ. അപ്പോൾ ഈ വ്ളോഗ് ഇന്നലെ കുറച്ച് വോയിസ് ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ രാത്രി അങ്ങനെ കടന്നിറങ്ങി. ബാക്കി ഇൻഷാല്ലാ ഇന്ന് വോയിസ് ഇടാൻ വെച്ചതായിരുന്നു. പക്ഷേ നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഷിബിലിമോൾക്ക് പോകാൻ റെഡി ആയിട്ടാകുന്നത് ചായ കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നലെ പിന്നെ വെള്ളിയാഴ്ച ആയിരുന്നില്ല. അപ്പോൾ പിന്നെ മദ്രസ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഓനെ നിസ്കരിച്ച് കടന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം
മുറ്റത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് അടിച്ചു വാരിട്ടോ. ബാക്കി പിന്നെ അവന് പോയതിന് ശേഷം അടിച്ചു വാരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത്യാവശ്യം മഴ അങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവന് ആദ്യം ഒന്ന് കോട്ട് ഇട്ടോ. അപ്പോൾ പിന്നെ അത് ശരിയായില്ല. പിന്നെ അതൊന്ന് കഴിച്ചു കേട്ടോ. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ബാഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വീണ്ടും ഊരിട്ടോ. അവനക്കാണെന്നുണ്ടെങ്കിൽ ടൈം ഒരുപാട് വൈകിട്ടുണ്ട് കേട്ടോ. 8 മണിക്കാണ് കേട്ടോ ട്യൂഷൻ. 8 മണിക്കാണ് കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ സൈക്കിൾ വേണം പോകുന്നത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പിന്നെ ബസ് പെട്ടെന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അവിടെ അങ്ങാടിയിൽ അവന് സൈക്കിൾ നിർത്തിയിട്ടിട്ട് വേണം കേട്ടോ ട്യൂഷന് ബസ്സിൽ പോകാൻ. അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ പറയുന്നു കേട്ടോ, മദ്രസ ഉണ്ടാവുകയാണ് നല്ലത്. മദ്രസ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടൈമിന് എണീറ്റ് പിന്നെ മദ്രസയിൽ നിന്ന് വന്ന് ആ സ്പോട്ടിൽ തന്നെ പിന്നെ ട്യൂഷന് പോവുകയില്ല. ഇത് മദ്രസ ഇല്ലാന്നുണ്ടെങ്കിൽ നിസ്കരിച്ചിട്ട് വീണ്ടും കടന്നുറങ്ങാൻ കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ വൈകിയതാണ് കേട്ടോ ഇങ്ങനെ. അങ്ങനത്തെ അവന് പോയതിന് ശേഷം ഞാൻ മുറ്റം ബാക്കി ഭാഗം കൂടി അടിച്ചു വാരുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒന്ന് അടിച്ചു വാരാണ് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞതിന് ശേഷം ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ മോള് കടന്ന് ഉറങ്ങാണ്. എനിക്ക് പിന്നെ മുറ്റം ഷീറ്റിട്ടുണ്ട്, മഴയാണെന്നുണ്ടെങ്കിലും മുറ്റം അടിച്ചു വരാം കേട്ടോ. അങ്ങനത്തെ മുറ്റൊക്കെ അടിച്ചു വാരി വന്നപ്പോഴേക്കും പിന്നെ മോള് നല്ല കടന്ന് ഉറങ്ങാനാണ് കേട്ടോ. പിന്നെ ഞാൻ അവളെ വിളിച്ചോണ്ടിട്ടെ എണീക്ക്, പിന്നെ ഗുളിക കുടിക്കാനല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവളെ വിളിച്ചോണ്ടിട്ടാ. അപ്പം പിന്നെ അവൾ പെട്ടെന്ന് തന്നെ എണീറ്റ് ബ്രഷ് ചെയ്യാണ് കേട്ടോ. എനിക്ക് ഷിബിലിമോൾക്ക് ഫിനിമോൾക്ക് വയ്യാതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ കിടക്കുമ്പോൾ എന്തൊക്കെയോ മനസ്സിൽ ടെൻഷൻ ഇങ്ങനെ വരും കേട്ടോ. ഞാൻ എന്താ കുട്ടി എണീക്കാത്തത്, പനി കൂടുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വരും കേട്ടോ. പിന്നെ അവർ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ അവൾ ബ്രഷയിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ അത് അവൾക്ക് ബ്രെഡ് മതി എന്ന് പറഞ്ഞു, ഞാൻ വെള്ളപ്പം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തിന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എണീറ്റ് സ്പോട്ടിൽ തന്നെ അവൾ ഷിബിലി മോനെ എടുത്ത് തെരഞ്ഞു നോക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അവന് ട്യൂഷന് പോയതാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെയാണെന്നുണ്ടെങ്കിൽ അവൾ എന്നോട് അങ്ങനെ ചോദിക്കട്ടെ, അമ്മച്ചി ഞാൻ സ്കൂൾക്ക് പോട്ടെ എന്ന് ഞാൻ ചോദിക്കാട്ടോ. അവൾക്ക് എന്താണെന്നറിയാം, സ്കൂൾ സ്റ്റാർട്ടിങ് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പോഴേക്ക് ഈ സ്കൂൾ ലീവായപ്പോൾ പിന്നെ ഭയങ്കര ടെൻഷൻ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും 2 ദിവസം ലീവ് എടുക്കുക, ഇനി ഏതായാലും തിങ്കളാഴ്ച പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ അവൾക്ക് സമാധാനമായിട്ട് അങ്ങനത്തെ ബ്രെഡ് ഒന്നാട്ടോ നല്ലപോലെ കഴിച്ചത്. ഇനി ഇപ്പോഴൊന്നും വേണ്ട അമ്മച്ചി ഇത് മതി എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ചായ പിന്നെ പാൽ ചായ ആകുമ്പോൾ നല്ല ഇഷ്ടമാണ്. കട്ടൻ ചായ ആകുമ്പോൾ പിന്നെ അങ്ങനെ പോകില്ല കേട്ടോ. അപ്പോൾ പിന്നെ ആ ചായ മുഴുവനായിട്ട് കുടിച്ചിട്ട് ഇനി ഏതായാലും കുറച്ച് നേരം റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞു. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ പരിസ്ഥിതിയിലായിരുന്നില്ല. അപ്പോൾ സാറ് 2 ദിവസം മുന്നേ തന്നെ പോസ്റ്റർ ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ഞങ്ങൾ ഞാൻ തന്നെ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു ഏതായാലും വരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ക്ലാസ് ഗ്രൂപ്പിലേക്ക് വിട്ടുകൊടുക്കുക, എന്നാൽ പിന്നെ സാറ് കണ്ടോളെന്ന് പറഞ്ഞു. അതിനെടുത്ത് ഫോട്ടോസ് വീഡിയോസൊക്കെയാണ് കേട്ടോ ഇത്. അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾക്ക് രാവിലത്തെ ഗുളിക കുടിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഗുളിക കുടിക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും തേൻ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഗുളിക പൊടിക്കുമ്പോൾ അങ്ങനെ ഞാൻ പറയായിരുന്നു ഈ ചെറിയ കുട്ടികളെ പോലെ പിന്നെ തേനിലാണ് പിന്നെ ഗുളിക കുടിക്കണമെന്നൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ പറയുകയാണ് ഉമ്മച്ചി ഞാൻ ഛർദ്ദിക്കുമെന്ന് വെച്ചിട്ടാണ്, എനിക്ക് പേടിയാണ് ഉമ്മച്ചി ഛർദ്ദിക്കുമെന്ന് വെച്ചിട്ട് അങ്ങനെ പറയായിരുന്നു. അങ്ങനെ തേനിലായാലും വേണ്ടില്ല ഗുളിക കൊണ്ട് കൊടുത്തിട്ടോ. അപ്പോൾ പിന്നെ അത് കുടിച്ചും ചെയ്തിട്ടോ. എന്നാൽ പിന്നെ കുപ്പിയൊക്കെ മൂടി വെക്കുന്നതിനോട് ഞാൻ പിന്നെ എൻ്റെ പണിക്ക് പോയിട്ട് അങ്ങനത്തെ അടുക്കളപ്പണി ഏകദേശം തുറക്കലായി തുടങ്ങിയിട്ട് അതിൻ്റെ ഇടയിലൂടെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇതുവരെ നല്ല ചൂടായിരുന്നില്ലേ. പിന്നെ എന്നുണ്ടെങ്കിൽ പാമ്പും അകത്തിറങ്ങിയാൽ ചൂടും പുറത്തിറങ്ങിയാൽ പാമ്പ് പോയിട്ടില്ലേ, അതായിരുന്നു വിഷയം. ഇപ്പോൾ പിന്നെ ചൂടൊക്കെ പോയി പിന്നെ മഴ ആയി തുടങ്ങിയില്ലേ. അങ്ങനത്തെ എൻ്റെ അലക്കലും കുളിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനൊന്ന് സിറ്റൗട്ടിലേക്ക് വന്ന് നോക്കിയതാ. അപ്പോൾ അത് നല്ല മഴയാണ് കേട്ടോ പെയ്യുന്നത്. റോഡൊക്കെ അത് പുഴയായി മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട് നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവില്ല, എന്നാൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ സ്പോട്ടിൽ തന്നെ വെള്ളമാവും ചെയ്യട്ടെ. അങ്ങനത്തെ ഒരു ഏരിയയാണ് കേട്ടോ. അപ്പോൾ ഈ വർഷമൊക്കെ ഒരുപാട് പേര് വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ എല്ലാവർക്കും വെള്ളമൊക്കെ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.